മുത്തശ്ശൻ വിളിച്ചു എന്ന് പറഞ്ഞു. കളിയും ചെറിയും നടന്നൊരു വെക്കേഷൻ, അതിന്റെ കൂടെ ഒരു മോഹം. അത് നിന്റെ വിവാഹമായിരുന്നു. ഒന്നും നടന്നില്ല. വേണ്ട, അവളിങ്ങനെ ഒരു വേദന തരുമെന്ന് കരുതിയില്ല. മുത്തശ്ശന് തെറ്റി. ആമി ആരെയും വേദനിപ്പിച്ചിട്ടില്ല. എന്നെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരിക്കലും ഇല്ല. ഏതെങ്കിലും ഒരു കസിനെ വിവാഹം കഴിക്കണമെന്ന് മുത്തശ്ശി ആഗ്രഹിച്ചു. എനിക്കതിൽ ആരോടും പ്രത്യേകിച്ച് ഒരു താല്പര്യവും തോന്നിയിട്ടില്ല. ഒടുവില് ആമിയാവാൻ തോന്നി. അതെന്റെ ഒരു തോന്നൽ, ആഗ്രഹം മാത്രം. അവളുടെ മനസ്സിൽ മറ്റൊരാളുണ്ടെന്ന് അവൾ തുറന്നു പറഞ്ഞതോടെ ആ വിഷയം അവിടെ തീർന്നു. ആമിയെ സംബന്ധിച്ച് എല്ലാ കാര്യത്തിലും അവൾക്ക് അവളുടേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. അതെ, തീരുമാനമാണ്. ഞങ്ങളെ വേദനിപ്പിക്കുക എന്നുള്ള തീരുമാനം. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ആ കുട്ടി എപ്പോഴും ശ്രമിക്കുന്നത് അതിനാണ്. നിങ്ങൾക്കിഷ്ടമാവുന്നത് മാത്രം ചെയ്യാൻ വേണ്ടി നിങ്ങൾ വളർത്തി വലുതാക്കുന്ന മകൾ. തികഞ്ഞ സ്വാർത്ഥതയാണത്. കാലങ്ങളോളം അടച്ചുപൂട്ടി ഷോക്കേസിൽ വെക്കാവുന്ന ഒരു പാവക്കുട്ടിയൊന്നുമല്ല മകൾ. അവൾ മറ്റൊരു ഇൻഡിവിജ്വലാണ്. അവളുടെ ജീവിതം ഇപ്പൊ അവളാണ് അതിന്റെ ഉടമസ്ഥ. അവളുടെ ഇഷ്ടങ്ങളെ, തീരുമാനങ്ങളെ ഒക്കെ കുറച്ചുകൂടി ലിബറലായിട്ട് കാണുക. കുട്ടിക്കാലത്തും വളർന്നതിന് ശേഷവും ജീനിയസ് എന്ന് മനസ്സിൽ കരുതി ഞാൻ ആരാധിച്ചിരുന്ന ബാലമാമയോടാണ് ഈ പുരോഗമന പ്രസംഗമൊക്കെ നടത്തുന്നത്. ബാലമാമയ്ക്ക് ഇതെന്ത് പറ്റി ഇങ്ങനെ തളരാൻ? അറിവിനും പാണ്ഡിത്യത്തിനൊന്നും ഒരച്ഛന്റെ മനസ്സിനെ ജയിക്കാൻ കഴിയില്ല രവി. ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച്, ഞാനതേ പറയുന്നുള്ളൂ. കാര്യങ്ങളെ നമുക്ക് വേറൊരു ആംഗിളിൽ കാണാം. നമുക്ക് ആമിയുടെ കൂടെ ഒന്ന് ചിന്തിക്കാം. എന്താ അവൾ ആഗ്രഹിച്ചത്? അതിലെന്താ ഒരു തെറ്റ്? അവളുടെ നന്മയും സന്തോഷമൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്കതൊക്കെ നടത്തിക്കൊടുത്തൂടെ? എന്താ രവി പറയുന്നത്? വളരെയധികം ആലോചിച്ച ശേഷമാണ് ഞാൻ ഈ പറയുന്നത്. മറ്റെല്ലാം മറക്കാൻ തയ്യാറായാലും വാട്ട് ഈസ് ഹി? എന്താണ് അയാളുടെ യോഗ്യത? എന്നേക്കാൾ എന്തുകൊണ്ടും എല്ലാം കൊണ്ടും അവൻ മുന്നിലാണ്. സുഹൃത്തിനെ ഗ്ലോറിഫൈ ചെയ്യാൻ നീ പറയുന്ന നല്ല വാക്കുകൾ അല്ല മുത്തശ്ശ, സത്യം. ഞാൻ ഇതുവരെ ഒരു നുണയിൽ ജീവിക്കുകയായിരുന്നു. അവന്റെ ഔദാര്യം കൊണ്ട് കെട്ടിപ്പൊക്കിയ ഒരു ഫാൾസ് ഇമേജിൽ നിങ്ങളുടെ എല്ലാം മുന്നിൽ തലയുയർത്തി പിടിച്ചു നിൽക്കാൻ അവൻ എന്നെ ഈ ഫാം ഹൗസിന്റെ പാർട്ട്ണറാക്കി. എനിക്കിതിലൊരു അവകാശമില്ല. ഇതെല്ലാം ഡെന്നീസിന്റെയാ. കഴിഞ്ഞ 2.5 വർഷം കൊണ്ട് ഞാൻ നേടിയെടുത്തത് ലക്ഷങ്ങളുടെ കടവും പുല്ലുപോലും മുളയ്ക്കാത്തൊരു കുന്നിഞ്ചിരിവുക. ഒരവധിക്കാലം മുഴുവൻ ഞാൻ അനാഥനല്ലാതാകുന്നു എന്ന് പറഞ്ഞ് തുള്ളിച്ചാടിയവൻ, നിങ്ങളുടെ വരവിനായി ഈ വീട് മൂടി കൂട്ടിയവൻ, ഒന്നും ആരോടും പറയാതെ, ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ഇപ്പൊ പുറത്ത് ഔട്ട് ഹൗസിൽ തന്റെ ജോലിക്കാരനോടൊപ്പം താമസിക്കുന്നവൻ. അവൻ എന്നെക്കാളും എന്തുകൊണ്ട് മുന്നിൽ തന്നെയല്ലേ? എന്തിനാണ് രവി നീ? എന്റെ തെറ്റാണ്. പക്ഷെ എനിക്കിപ്പോ തോന്നുന്നു അതാണല്ലോ ഇത്രയും വലിയൊരു നന്മയുണ്ടാവാൻ കാരണമായത്. ആമിക്ക് ഡെന്നീസിനെ കിട്ടിയില്ലേ? നമുക്കിതങ്ങ് നടത്താം. അവർ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാന്മാരായ ഭാര്യയും ഭർത്താവുമാവും. നമുക്ക് നമ്മുടെ ആമിയെ തിരിച്ചു കിട്ടും. എല്ലാം എല്ലാം പഴയ പോലെ ആവും. പ്ലീസ്. ബാലനാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ എന്തിനും തയ്യാറാണ്. എന്റെ മകളുടെ നന്മയ്ക്ക് വേണ്ടി എന്തിനും. എന്നാ പിന്നെ കൂടുതലൊന്നും ആലോചിക്കാനില്ല. ഒരു കണക്കിന് രവി പറഞ്ഞത് തന്നെയാണ് സത്യം. ആ കുട്ടികൾ സന്തോഷമായിട്ട് ജീവിക്കും. ഡെന്നിസ്, നമ്മുടെ വിവാഹം രവിയേട്ടൻ എല്ലാവരെയും സമ്മതിപ്പിച്ചു. നമ്മുടെ വിവാഹം നമ്മൾ എന്ത് ചെയ്യും ഡെന്നിസ്? കണ്ണീര് തുടച്ചേക്കൂ. അതെന്റെ ധൈര്യം കെടുത്തും. അവരെ തീരുമാനിക്കട്ടെ. ഒന്നും നടക്കാതിരുന്നാ പോരെ? അവരൊക്കെ പാവങ്ങളാമി. അതുകൊണ്ട് എളുപ്പത്തിൽ അവരെ വിഡ്ഢികളാക്കാൻ കഴിയും. എന്നെ സ്നേഹിക്കുന്ന എല്ലാരെയും ഞാൻ വഞ്ചിക്കുകയാണ് അല്ല ഡെന്നിസ്? അതെ. എന്നിട്ട് മുഴുവൻ സ്നേഹവും ആമി മറ്റൊരാൾക്ക് നൽകുന്നു. ഒരു ഹൃദയം സ്വന്തമാക്കാൻ ഒരുപാട് ഹൃദയങ്ങളെ കുത്തിമുറിപ്പെടുത്തുന്നു. എന്നിട്ടും ഒടുവിൽ എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ ഡെന്നിസ്. കരയാൻ പാടില്ല. ഇനിയും ഏറച്ചിരിക്കുന്ന മുഖവുമായി ഒരുപാട് അഭിനയിക്കാനുണ്ട് ആമിക്ക്. കണ്ണീര് വീണാൽ ആമി മുഖത്തണിഞ്ഞിരിക്കുന്ന ഈ മാസ്കില്ലേ, അത് ഇളകിപ്പോവും. ഞാൻ കൂടെയുണ്ട്. എല്ലാവരെയും വഞ്ചിക്കുന്ന ഈ നാടകം തീർന്നാൽ ആമി എനിക്കൊരു കാര്യം പറഞ്ഞു തരണം. എന്തായിരുന്നു എന്റെ വേഷത്തിന്റെ പേര്? കോമാളി, വിദൂഷകൻ, അല്ലെങ്കിൽ വെറും തണ്ണി? ഡെന്നിസ്,
നിരഞ്ജനെ ഞാൻ കണ്ടിട്ടേ ഇല്ലായിരുന്നെങ്കിൽ ഡെന്നിസ്, ഞാൻ നിങ്ങളെ മാത്രമേ സ്നേഹിക്കുമായിരുന്നുള്ളൂ. അത്രയ്ക്ക് നല്ലവരാണ് നിങ്ങൾ. എന്താടി അതിനിടയ്ക്ക് റൊമാൻസിനും എത്തി അല്ലേ? ഓ, ഡെന്നിസ്, ബത്ലഹേമിലെ ഭൂമിയിലെ നിന്റെ ഏകാന്തവാസം അവസാനിക്കുന്നു. എല്ലാവരും നിറഞ്ഞ മനസ്സോടെ അവളെ നിനക്ക് തരുന്നു. വിവാഹം എന്ന് വേണമെങ്കിലും, പക്ഷെ അതിനു മുമ്പ് ഒരു ചടങ്ങ്, ഒരു എൻഗേജ്മെന്റ്. സന്തോഷമായില്ലടാ? നാളെ ഒരു ദിവസം മാത്രമേ എനിക്ക് നിരഞ്ജനെ കാണാൻ കഴിയൂ. അതിന്റെ അടുത്ത ദിവസം അവര് നിരഞ്ജനെ. എനിക്ക് പോകണം ഡെന്നിസ്. ഡെന്നിസ് എന്നെ കൊണ്ടുപോയില്ലേ? പറയൂ. നാളെ ഒരു നിമിഷം പോലും വൈകാനില്ല. നമുക്ക് ഇപ്പൊ തന്നെ തിരിക്കണം. ആമി, ആരും അറിയാതെ നമ്മൾ. എനിക്ക് പോകണം ഡെന്നിസ്. എനിക്ക് നിരഞ്ജനെ കാണണം. മറ്റൊന്നും എനിക്കറിയില്ല, മറ്റൊന്നും എനിക്ക് കേൾക്കണ്ട. കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്കറിയാം പോവാൻ. ജയിലിലേക്കല്ല, നിരഞ്ജൻ അവിടുന്ന് പോകുന്നിടത്ത് ആദ്യം ഞാൻ എത്തും. ആമി, നമുക്ക് പോവാം. ഞാൻ കൊണ്ടുപോവാം. കേറിക്കോ. സാർ, നാളെ രാവിലെ വീട്ടിലൊരു ചടങ്ങ് നടക്കാനുണ്ട്, ഒരു വിവാഹ നിശ്ചയം. അത് മുടങ്ങിയാൽ അവർക്ക് ആർക്ക് സഹിക്കാൻ കഴിയില്ല സാർ. നടക്കാത്ത കല്യാണത്തിന്റെ നിശ്ചയം, അതിലും വലുതാണ് ആമി ആവശ്യപ്പെടുന്നത്. അവള് പറഞ്ഞത് നീ കേട്ടില്ലേ? ഇപ്പൊ പോയില്ലെങ്കിൽ നാളെ ഇതൊരു മരണ വീടാവും. സാർ, മോനായി, ആരും അറിയണ്ട. ആരും അറിയാതെ നീ നോക്കണം. സാറേ, ഡെന്നിസ്, വേഗം. ഡെന്നിസ്, എവിടെ പോകുന്നു ആമിയായിട്ട്? ഞാൻ പോയി വരാം, എന്നിട്ട് പറയാം. ആ, എവിടെ പോകുന്നു എന്നോടൊന്ന് പറഞ്ഞിട്ട് പോ. ഒരുപാട് ദൂരെ എത്താനുണ്ട്. ഇപ്പൊ എനിക്കൊന്നും പറയാൻ സമയമില്ല. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? നീ എന്ത് ഭ്രാന്തായി പറയുന്നു? ആമി ഇവിടെ ഇറങ്ങി. ഒന്ന് വേഗം. അവരെങ്ങോട്ടാ പോയത്? എനിക്കറിയില്ല സാർ.